നമസ്കാരം. യു ഡി എഫിന് വീണ്ടും വൻ തിരിച്ചടി പറ്റിയിരിക്കുകയാണ്. യു ഡി എഫിന് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ്സിന് തന്നെ ഏറ്റിരിക്കുകയാണ്. അവർ ജാതി അടിസ്ഥാനത്തിലൊക്കെ ഓരോ വിഭജനം നടത്തി. പക്ഷേ ആ വിഭജനത്തിലൊന്നും ചിലർ തൃപ്തരാകുന്നില്ല. എല്ലാവർക്കും ഓരോ തരത്തിൽ വിഭജിച്ചു കൊടുത്തു. മുസ്ലിം സമുദായത്തിനും നായർ സമുദായത്തിനും ദളിതർക്കും ക്രൈസ്തവർക്കും ഒക്കെ. പക്ഷേ ഈഴവർ തൃപ്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്ന് കണിച്ചുകുളങ്ങര തമ്പുരാൻ പറഞ്ഞിരിക്കുകയാണ്. ഈഴവ വോട്ടുകൾ ഇനി കോൺഗ്രസ് പ്രതീക്ഷിക്കണ്ട എന്ന്. ഇപ്പോൾ ക്രൈസ്തവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അലങ്കരിച്ചിരിക്കുന്നത്. എന്നിട്ട് UDF കൺവീനർ സ്ഥാനമാണ് അടൂർ പ്രകാശിന് നൽകിയിരിക്കുന്നത്. ഈ കൺവീനർക്ക് എന്തോ പണിയാണുള്ളത്? കൺവീനർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. UDFിലുള്ള ഘടകകക്ഷികളൊക്കെ അവർക്ക് തോന്നുമ്പോൾ പോകാതിരിക്കണം, അല്ലെങ്കിൽ പോകുന്നത് തടയണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ LDFിൽ നിന്ന് ഘടകകക്ഷികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കണം. ഇതൊക്കെയല്ലേ ഉള്ളൂ UDF കൺവീനറുടെ ജോലി, അല്ലാതെ വേറെ പണിയൊന്നുമില്ല. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം നല്ല സംഘടനാ വൈഭവവും ഒക്കെയുള്ള ആളാണ്. ഒരുപക്ഷെ KPCCയുടെ അമരക്കാരനായി വന്നിരുന്നുവെങ്കിൽ കോൺഗ്രസിനെ ഒന്ന് ശക്തിപ്പെടുത്താമായിരുന്നു. അതുമല്ല, കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണല്ലോ അടൂർ പ്രകാശ്. ഇപ്പോൾ മുരളീധരൻ പറഞ്ഞതുപോലെ പടം കാണിച്ചാലെങ്കിലും 10 പേർക്ക് തിരിച്ചറിയാവുന്ന ഒരാളെ വേണ്ടേ അമരക്കാരനായിട്ടൊക്കെ വയ്ക്കാൻ. ഇതിപ്പോൾ സണ്ണി ജോസഫിനെ ആരറിയും? സണ്ണി ജോസഫ് ഒരു സാധാരണക്കാരനാണ്, ഒരു സാധാരണ MLA ആണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മാത്രം അറിയപ്പെടുന്നു, പിന്നെ നിയമസഭയിൽ മാത്രം അറിയപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. ആള് ശാന്തനാണ്. പക്ഷെ സുധാകരനെ പോലെ അറിയുമോ? സുധാകരനെ മാറ്റി തീയ സമുദായത്തിൽ നിന്ന് എന്നിട്ട് പ്രത്യേക ക്ഷണിതാവാക്കി വെച്ചിരിക്കുകയാണ്. ഈ ക്ഷണിതാവെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് കോൺഗ്രസിനകത്ത്? ഒന്നുമില്ല, ഒരു പണിയുമില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനകത്തെ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നത് ആരാണ്? അവിടെ സോണിയ അമ്മച്ചിയും പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും പിന്നെ വധേരയും കൂടെ അല്ലേ കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തുന്നത്? തീർച്ചപ്പെടുത്തിയിട്ട് ഖാർഗെയോടെ പറയും, പറഞ്ഞോളാൻ പറയും. അല്ലാതെ കോൺഗ്രസിനകത്ത് വേറെ കളി നടക്കുമോ? ശശി തരൂരിനെ എന്തുകൊണ്ട് ആ സ്ഥാനത്ത് കൊണ്ടുവന്നില്ല? തരൂര് ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കത്തില്ല. ചാടിക്കളികള കുഞ്ഞിരാമ എന്ന് പറയുന്ന അനുസരിച്ച് നിൽക്കില്ല. ഖാർഗെ ആകുമ്പം നിന്നോളും. ഖാർഗെ എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരൻ്റെ പണി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അടൂർ പ്രകാശിനെ പോലുള്ള ഒരാളെ അതിലേക്ക് ഇറക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈഴവ വോട്ടുകൾ കൂടുതലായിട്ട് സമാഹരിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈഴവ വിഭാഗത്തിലെ വോട്ടുകൾ നന്നായിട്ട് ചോർന്നു. അത് BJPയിലേക്കാണ് പോയത്. അത് CPM സമ്മതിക്കുന്നുണ്ട്. MV ഗോവിന്ദൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈഴവ വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും BJP വൻ സ്വാധീനമാണ് ചെലുത്തുന്നത്. അതിൽ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് പ്രവർത്തകരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷെ ഫലമെന്ത്? കാര്യങ്ങളൊക്കെ കൈവിട്ടിരിക്കുകയാണ് CPMനായാലും കോൺഗ്രസിനായാലും. കാരണം രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ കയ്യിൽ കിട്ടിയ വോട്ടുകൾ നിലനിർത്താൻ തന്നെയാണ്, അത് കൂട്ടാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം എന്തായാലും 2026 പാഴാകില്ല എന്നുള്ള തരത്തിലാണ്. കഴിഞ്ഞ ദിവസവും രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ചു പറയുന്നുണ്ട്, ഞാൻ കേരളത്തിൽ ഭരണം BJPയിൽ എത്തിച്ചു കൊടുക്കും, ആ കൃത്യം നിർവഹിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുകയുള്ളൂ എന്ന്. അത് ശരിയായിരിക്കും. കാരണം കോൺഗ്രസ് ദുർബലമാകുകയാണ്. കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഈ ക്രൈസ്തവ വോട്ടുകൾ എങ്ങനെ പോയി? ആര് കാരണം പോയി? ഒന്ന്, മുസ്ലിം ലീഗിന് അമിത പ്രാധാന്യം കൊടുത്തു. ലീഗാണോ UDFിനകത്തെ കാര്യങ്ങൾ മുഴുവൻ തീർച്ചപ്പെടുത്തുന്നത്? ആര് ഭരിക്കണം? കോൺഗ്രസിനകത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം ഹൈക്കമാൻഡിനെ വിവരം ധരിപ്പിക്കുന്നു. ഇങ്ങനെ പോയാൽ 2026 UDF അധികാരത്തിൽ വന്നാൽ ലീഗായിരിക്കും ഇവിടെ കേരളത്തിൽ ഭരിക്കുക. 5 മന്ത്രിമാരെയല്ല ചോദിക്കുന്നത്, ഒരു 6ാം മന്ത്രിയിലേക്ക് പോകും. പിന്നെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൂടെ ചോദിക്കും. ഈ ബാർഗൈനിങ്ങിൽ കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തേ പറ്റുകയുള്ളൂ. മുൻകാലങ്ങളിലും കോൺഗ്രസിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. വഴങ്ങിക്കൊടുക്കുകയല്ല, ഇരിക്കാൻ പറഞ്ഞാൽ കിടന്ന് എഴയുന്നവരാണ് കോൺഗ്രസ്സുകാർ ലീഗിന്റെ മുമ്പിൽ.
പാണക്കാടല്ലേ പോകുന്നത് ആദ്യം? ഇപ്പോൾ തന്നെ KPCC പ്രസിഡന്റ് ആയി കഴിഞ്ഞ ഉടൻ സാദിഖ് അലിയെ കണ്ടു കഴിഞ്ഞല്ലോ. ഒരിടത്ത് ചടങ്ങിൽ വെച്ചാണ് കണ്ടുമുട്ടിയതെങ്കിലും ആദ്യം കണ്ടത് ആരെ തന്നെ? സാദിഖ് അലിയെ തന്നെ. പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ഓടിയത് എങ്ങോട്ടാണ്? പാണക്കാട്ടേക്കല്ലേ. ആരും ആദ്യം ഓടുന്നത് പാണക്കാട്ടേക്ക്. ആ തിണ്ണനിരങ്ങൽ പരിപാടി ആദ്യം ഒഴിവാക്കണം. ഇനി ബിഷപ്പ് ഹൗസിൽ പോകത്തില്ലല്ലോ. ഇനി ആയിരിക്കും അഥവാ ഇപ്പൊ സണ്ണി ജോസഫ് ഇനി ബിഷപ്പ് ഹൗസിൽ ചിലപ്പോൾ നിരങ്ങാൻ ഇറങ്ങുമെന്നുള്ളതാണ്. പെരുന്നയിലെ പോപ്പിനെ കാണാൻ പോകുന്നത് ഏറ്റവും അവസാനമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടെന്താ, ആ ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ BJPയിലേക്ക് പോയി. അത് വഖഫ് ഭേദഗതി ബില്ലിലും മുനമ്പം പ്രശ്നത്തിലൂടെയുമാണ് ക്രൈസ്തവർക്ക് ഇവിടെ വോട്ട് മാറിപ്പോയത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൂടാതെ ഈഴവ വോട്ടുകൾ നന്നായി ചോർന്നിട്ടുണ്ട്. പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ടല്ലോ. ഈഴവ വോട്ടുകളെ ഒക്കെ തന്നെ, ഈഴവ വോട്ടെന്നല്ല ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളാപ്പള്ളിയെ ഇറക്കിയത്. മലപ്പുറത്തിനെ പഴിചാരിക്കൊണ്ടുള്ള വർത്തമാനം, അത് കഴിഞ്ഞ് പിന്നീട് വെള്ളാപ്പള്ളിയെ സ്തുതിച്ചുകൊണ്ട് പിണറായി വിജയൻ രംഗത്ത് വരുന്നു. അപ്പോൾ ഇതൊക്കെ ഹൈന്ദവ വോട്ടിനെ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ ഇലക്ഷൻ തന്ത്രമാണ്. ഓരോ സമുദായത്തിൻ്റെ വോട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രവും കുതന്ത്രവും ആണ് ഇതെന്നുള്ളത്. ഇതെന്തായാലും ഇനി ഇത്തവണ വിലപ്പോകില്ല എന്നുള്ളതാണ്. കാരണം BJP ഇവിടെ ഉണ്ടാക്കുന്ന സ്പേസ് ആണ് ഇവർക്കെല്ലാവർക്കും തന്നെ വലിയ ആദി ഉണ്ടാക്കുന്നത്. ഈഴവ വോട്ടുകളിലെ ചോർച്ച ഇത് കോൺഗ്രസിനെ ദുർബലമാക്കും. ഘടകകക്ഷികൾ ഒന്നൊന്നായിട്ട് UDF വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇപ്പൊ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിലൂടെ ഈ ക്രൈസ്തവ വോട്ടുകൾ കൊണ്ടുവരാമെന്നുള്ള മോഹം വെറുതെയാണ്. ഇനി ഈഴവ വോട്ടുകൾ UDF കൺവീനറിലൂടെ, എന്ത് കൺവീനറിലൂടെ? കൺവീനർമാരൊക്കെ വോട്ട് ഏതെങ്കിലും സമുദായത്തിന്റെ വോട്ട് സമാഹരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് തന്നെ കോൺഗ്രസിനെ തകർച്ചയുടെ വക്കിൽ എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഹൈക്കമാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ഷാഫി പറമ്പിലായാലും അനിൽകുമാറിനായാലും വിഷ്ണുനാഥനായാലും അടൂർ പ്രകാശിനും ഒക്കെ വീതിച്ച് നൽകിയിരിക്കുകയാണ്. സമുദായ സമവാക്യങ്ങളെല്ലാം തന്നെ പാലിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും കോൺഗ്രസിന് ക്രൈസ്തവ വോട്ടുകൾ വേണം, ഈഴവ വോട്ടുകൾ വേണം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട് ഈഴവ വോട്ടുകൾ ഇനിയും പ്രതീക്ഷിക്കണ്ട എന്ന്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ കുറച്ചെങ്കിലും അതിനകത്തുള്ളവർ, ഈഴവ വിഭാഗത്തിലുള്ളവർ ആലോചിക്കും എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതിനകത്ത് പോകരുത് എന്ന് പറഞ്ഞത്, ആ വോട്ട് അവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. അത് മനസ്സിലാക്കണം നമ്മൾ. എന്തായാലും ഇത് അപ്പോൾ ചോദിക്കും CPMലേക്ക് പോകുമോ എന്ന്. ഇല്ല, ഇവിടെ BJP ആയിരിക്കും ഇടം പിടിക്കാൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ വെള്ളാപ്പള്ളിയുമായുള്ള കൂടിക്കാഴ്ചയിലൊക്കെ പല കാര്യങ്ങളും തീർച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതൊക്കെ എന്തായാലും കേരള രാഷ്ട്രീയത്തിനകത്ത് BJPയിൽ രാജീവ് ചന്ദ്രശേഖർ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞപ്പോൾ പല ചലനങ്ങളും ഉണ്ടാകാൻ പോവുകയാണ്. ഇനിയും തുടർ ചലനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം.